കോഴിക്കോട് ദേശീയപാത ബൈപ്പാസിനായി പാലം നിർമ്മിക്കാൻ നിർമ്മിച്ച 2 ബണ്ട് കാരണം പുഴയോരം ഇടിയുന്നു. പുറക്കാട്ടേരി പാലത്തിന് സമീപമാണ് സ്വകാര്യ വ്യക്തികളുടെ ഭൂമി പുഴയെടുക്കുന്നത്. മഴയ്ക്ക് മുൻപ് പാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായെങ്കിലും ബണ്ട് പൂർണ്ണമായും പൊളിച്ചു മാറ്റാത്തതാണ് തീരം ഇടിയാൻ കാരണം. പൂനൂർ പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കാനാണ് മണ്ണിട്ട് ബണ്ട് നിർമ്മിച്ചത്. ഇതോടെ പുഴ ഗതിമാറി ഒഴുകി കൃഷിയിടം പുഴയായി മാറി. നിരവധി തെങ്ങുകൾ കടപുഴകി പുഴയിലേക്ക് വീണു. സംരക്ഷണ ഭിത്തി കെട്ടി കൃഷിയിടത്തിന് സുരക്ഷയൊരുക്കി നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അവിടുന്ന് കുറേ മണ്ണും സ്ഥലവും പോയി. തെങ്ങ് മാത്രമല്ല പോയത്, കുറേ സ്ഥലവും പോയി. ഈ പുറക്കാട്ടിൽ പാലം വന്നേരി അതൊക്കെ ഉണ്ടായത്. അപ്പം ഞങ്ങളെ സ്ഥലം മുഴുവനാണ് പുഴ. അപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടാണ് ഞങ്ങൾ എന്തും കഴിയുന്നത്. ഞങ്ങൾക്ക് ആ പോയ സ്ഥലം ഒന്ന് ഒരു കെട്ടിത്തരണം. അച്ഛനൊക്കെ ഉണ്ടാക്കി വെച്ചതല്ലേ, മക്കൾക്കാർക്കും ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കാനും വാങ്ങാനൊന്നും കഴിയൂലല്ലോ. അതുകൊണ്ടുള്ളൊരു വിഷമവും ബേജാറുമാണ്. സ്ഥലം വന്ന് നോക്കുമ്പോൾ എൻ്റെ മോൻ ഇങ്ങോട്ട് വരലേ ഇല്ല, ഇത് കണ്ടുകൂടായിട്ട്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം തേങ്ങ വലിച്ചു പോയ സ്ഥലമല്ലേ. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ജലനിരപ്പിന് മുകളിൽ കാണുന്ന ബണ്ടിന്റെ ഭാഗം മാത്രം കരാറുകാരൻ നീക്കി. പുഴയിലിട്ട മണ്ണ് മുഴുവൻ എടുത്തു മാറ്റിയില്ലെങ്കിൽ പൂനൂർ പുഴയോരത്തെ താഴ്ന്ന പ്രദേശങ്ങൾ കനത്ത മഴയിൽ വെള്ളത്തിനടിയിലാകും. റിപ്പോർട്ടർ, കോഴിക്കോട്.